പ്രശസ്ത സിനിമാ താരം നവ്യ നായർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ വേദിയിൽ ആക്ഷേപിച്ചു എന്ന അവകാശവാദവുമായ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ വാസ്തവം എന്താണെന്ന് പരിശോധിക്കാം. നവ്യ നായർ കസറി ഇളിഭ്യനായി ശിവൻകുട്ടി എന്ന കുറിപ്പിനൊപ്പമാണ് യൂട്യൂബിൽ ഈ പോസ്റ്റ് പ്രചരിക്കുന്നത്. ഈ വീഡിയോയുടെ സത്യാവസ്ഥ പരിശോധിക്കാൻ ഇത് സംബന്ധിച്ച കൂടുതൽ പോസ്റ്റുകൾ ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടെത്തി. താരങ്ങൾ വന്ന വഴി ഒരിക്കലും മറക്കരുതെന്നും കേരള സർവകലാശാല വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികൾ ഇത്തരം ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ സാമ്പത്തിക പ്രതിഫലം ആഗ്രഹിക്കരുതെന്നും മന്ത്രി പ്രസംഗത്തിൽ പറയുന്നുണ്ട്. നവ്യയുടെ പ്രസംഗത്തിന്റെ ഭാഗത്ത് വന്ന വഴി മറക്കാൻ പാടില്ലെന്നും താരങ്ങൾ ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്നുമുള്ള മന്ത്രിയുടെ പരാമർശം സൂചിപ്പിച്ചുകൊണ്ട് താൻ ഒരു പൈസയും വാങ്ങാതെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് മറുപടി പറയുന്നുമുണ്ട്. ഇനി നിങ്ങൾ ഒരു മത്സരത്തിലും പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് MLA ആകാമെന്നും നവ്യ പ്രസംഗത്തിനിടെ പറയുന്നതായി കേൾക്കാം. ഇത് കേട്ട് മന്ത്രി ശിവൻകുട്ടി വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതാണ് വീഡിയോ ദൃശ്യങ്ങളിലുള്ളത്. എന്നാൽ ഈ ദൃശ്യങ്ങളിൽ പലയിടത്തും പല വാക്യങ്ങളും പരസ്പര ബന്ധമില്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഒരു വീഡിയോയുടെ തന്നെ ഭാഗങ്ങളാണെന്നുള്ള സൂചനകളാണ് ഇത് പരിശോധിച്ചപ്പോൾ ലഭിച്ചത്. കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ വീഡിയോ ആണിതെന്ന് വ്യക്തമായി. വീഡിയോ മുഴുവൻ കണ്ടാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. മന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം നവ്യ നായർ പ്രസംഗിക്കാനെത്തുന്നു. നവ്യ പ്രസംഗം തുടരുമ്പോഴും മന്ത്രി ശിവൻകുട്ടി വേദിയിൽ തന്നെയുണ്ട്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിക്കൊപ്പം ഇരുന്ന മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ഫോൺ കോൾ വരികയും മേയർ അത് മന്ത്രിയുടെ അടുക്കലെത്തി എന്തോ പറഞ്ഞതിന് ശേഷം രണ്ടുപേരും വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുകയും ചെയ്യുന്നുണ്ട്. മന്ത്രി പോയതിനു ശേഷമുള്ള പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് നവ്യ കഠിനാധ്വാനവും പ്രയത്നവും ഉണ്ടെങ്കിൽ ഈ മത്സരങ്ങളിൽ ഒന്നും പങ്കെടുത്തില്ലെങ്കിലും MLA ഒക്കെ ആകാമെന്നും ഉയരങ്ങൾ താണ്ടാമെന്നും പറയുന്നുണ്ട്. ഇനി കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ താരത്തിന്റെ പ്രസംഗ വീഡിയോയിലെ ചില ഭാഗങ്ങൾ തെറ്റായ രീതിയിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു. മന്ത്രി വേദി വിട്ടതും നവ്യയുടെ പ്രസംഗവുമായി ബന്ധമില്ലെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അടിയന്തരമായി മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേരേണ്ടതിനാലാണ് മന്ത്രിയും മേയറും വേദി വിട്ടതെന്നും സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ മുൻപൊരിക്കൽ നടന്ന CBSE കലോത്സവത്തിൽ അതിഥിയായി നവ്യ നായർ പങ്കെടുത്തപ്പോൾ അവിടെ വന്ന അതിഥികളിൽ ഒരാളായ ഒരു MLA നടത്തിയ പ്രസ്താവനയാണ് നവ്യ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞതെന്നും പുറത്തു വരുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രസംഗത്തിൽ 1ാം സ്ഥാനം ലഭിച്ചാൽ അദ്ദേഹത്തെ പോലെ വലിയൊരു അഡ്വക്കേറ്റ് ആകാം. ഇനി സ്ഥാനമൊന്നും കിട്ടിയില്ല, കലാതിലകം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നവ്യ നായരാകാം. ഇനി നിങ്ങൾ ഒരു മത്സരത്തിലും പങ്കെടുത്തില്ലെങ്കിലോ നിങ്ങൾക്ക് MLA ആകാം. ഈ വാക്കുകൾക്ക് മന്ത്രി ശിവൻകുട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഇത് പറയുമ്പോൾ അദ്ദേഹം വേദിയിൽ ഉണ്ടായിരുന്നില്ല എന്നതും സത്യമാണ്. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ലഭിക്കുന്ന ചിത്രം യുവജനോത്സവ വേദിയിൽ സിനിമാ താരം നവ്യ നായർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ ആക്ഷേപിച്ച് സംസാരിച്ചു എന്ന് അവകാശപ്പെടുന്ന വീഡിയോ തെറ്റായി എഡിറ്റ് ചെയ്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാണെന്നാണ് മനസ്സിലാകുന്നത്.